ഈ വീഡിയോയിൽ നമ്മൾ വളരെ നിർണായകമായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് ഡെവലപ്മെൻ്റ് ആണ് നോക്കുന്നത്. ഈ മിഡിൽ ഈസ്റ്റ് ഡെവലപ്മെൻറ്റിൽ പല രാജ്യങ്ങളും, അതായത് UK, കാനഡ, പോർച്ചുഗൽ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ഇതുപോലെ ഒരു 6-7 രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പം പാലസ്തീനിയൻ 2 സ്റ്റേറ്റ് തിയറിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാലസ്തീനിയൻ 2 സ്റ്റേറ്റ് സ്ഥാപിക്കണം, അതിനെ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇതിനെ ഇമ്പോസിബിൾ ആണ്, ഇങ്ങനൊരു സംഭവമേ സംഭവിക്കില്ല എന്ന് തീർത്ത് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ പാലസ്തീനിയൻ 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഈ മുന്നോട്ട് വരുന്ന ഈ രാജ്യങ്ങളുടെ നേതാക്കളോട് ഇവരുടെ ഇരട്ടത്താപ്പ് ഒരു സൈഡിൽ നിൽപ്പുണ്ട്. അതൊരു സൈഡിലിരിക്കെ ഈ 8 ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ അവസാനം ഇവരെന്തുകൊണ്ടാണ് പാലസ്തീനിയൻ സ്റ്റേറ്റിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ മുന്നോട്ട് വരുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു ഹിപ്പോക്രസി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇസ്രായേലും പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് നടത്തുന്ന അനാലിസ്റ്റുകൾ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കാരണം ഈ രാജ്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട്, പാലസ്തീനിയൻ സ്റ്റേറ്റിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമറിന്റെ UK ഉള്ളിലുള്ള ഒരു അവസ്ഥ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. കൺസർവേറ്റീവ് പാർട്ടി 94% പാലസ്തീനിയൻ സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നതിനെ ഡിസഗ്രി ചെയ്യാണ്. ലേബർ പാർട്ടിയിലാണെങ്കിൽ 89% ഡിസഗ്രി ആണ്. പിന്നെ റിഫോം പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, അത് 92% പാലസ്തീനിയൻ സ്റ്റേറ്റിനെ അംഗീകരിക്കുന്നില്ല. പിന്നെ ഗ്രീൻ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, അവർ 68% പാലസ്തീനിയൻ സ്റ്റേറ്റിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഓവറാൾ UKയിലെ ഒരു ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 87% UK പാലസ്തീനിയൻ സ്റ്റേറ്റിനെ അംഗീകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഫ്രാൻസിന്റെ ഉള്ളിലും സ്ഥിതിഗതികൾ അത്ര പന്തിയല്ല. 71% ആൾക്കാർ ഫ്രാൻസിന്റെ ഉള്ളിൽ ഈ ഇമ്മാനുവൽ മാക്രോൺ പറയുന്ന പാലസ്തീനിയൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ആ ഒരു പാലസ്തീനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞ ആ ഒരു റെക്കഗ്നൈസേഷൻ പ്രോഗ്രാമിനെ അംഗീകരിക്കുന്നില്ല, ഡിസഗ്രിമെന്റ് ആണ് ചെയ്യുന്നത്. എന്നിട്ടും ഈ നേതാക്കൾ എന്തുകൊണ്ടാണ് ഈ പാലസ്തീനിയൻ സ്റ്റേറ്റ് റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത്? അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, പാലസ്തീനിയൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നിങ്ങൾക്ക് ബോർഡർ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ടോ? നമ്പർ 1 ചോദ്യമാണ്. അതായത് പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തിന്റെ ബോർഡറായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഇസ്രായേലാണ്, ഇത് പാലസ്തീനാണ് എന്നുള്ള നിലയിൽ ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? അതിന് ഉത്തരമുണ്ടോ എന്നുള്ളത് ആദ്യം ആലോചിച്ച് നോക്കണം. രണ്ടാമത്, പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തിന്റെ തലസ്ഥാനം എന്താണ്? ക്യാപിറ്റൽ സിറ്റി ഏതാണ്? മൂന്നാമത്, പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഏത് തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് പാലസ്തീൻ സ്റ്റേറ്റ് മുന്നോട്ട് വെക്കുന്ന ആശയം? അത് ശരിയാണെങ്കിൽ ശരിയാ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈബ്രന്റ് ഡെമോക്രസിയാണ്, നിങ്ങളുടെ സൈഡിലുള്ള ഡെമോക്രസി ആണെന്നുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എന്തെങ്കിലും ധാരണയുണ്ടോ? അത് ഏത് ഭരണഘടന പ്രകാരമാണ് പാലസ്തീൻ സ്റ്റേറ്റ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആ ഒരു പാലസ്തീനിയൻ സ്റ്റേറ്റ്? നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഹൂ ഫോം ദ ഗവൺമെന്റ്? ആരാണ് ഈ ഗവൺമെന്റിനെ നയിക്കാൻ പോകുന്നത്? അതിന്റെ മാനദണ്ഡങ്ങൾ എന്താണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റിനെ നയിക്കാൻ ആൾക്കാരെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അഞ്ചാമത്തത്, ആരായിരിക്കും അതിന്റെ നേതാവ്? ഇപ്പം നിലവിൽ പാലസ്തീനിയൻ അതോറിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ആ മെഹ്മൂദ് അബ്ബാസ് ആണോ? ഇല്ലെങ്കിൽ ഈ ഗാസയെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് മാത്രമാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്? എന്താണെന്നുള്ള ക്ലാരിറ്റി, ആരാണ് അവരുടെ നേതാവ്? ആറാമത്തെ ചോദ്യം, ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയി ബന്ദിയാക്കി വെച്ചിരിക്കുന്ന 48 പൗരന്മാരുടെ ആ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? ഏഴാമത്തെ ചോദ്യം, ഏത് മാപ്പാണ് നിങ്ങൾ അംഗീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? 48, 67, 78 അല്ലെങ്കിൽ 2025? ഏത് മാപ്പാണ് നിങ്ങൾക്ക് സ്വീകാര്യത? എട്ടാമത്തെ ചോദ്യം, അഥവാ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഇപ്പം നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിനെ അംഗീകരിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ നിലപാടിനെ തള്ളിക്കളഞ്ഞാൽ, ഇസ്രായേൽ തള്ളിക്കളഞ്ഞാൽ നിങ്ങളുടെ നിലപാട് ഇസ്രായേലിനോട് എന്തായിരിക്കും? നിങ്ങൾ സാങ്ഷൻ കൊണ്ടുവരുമോ? അല്ലെങ്കിൽ റഷ്യയെ പോലെ മാറ്റി നിർത്തുമോ? അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യവുമായിട്ട് യാതൊരു ബന്ധവും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകത്തില്ലേ? എന്താണ് അതിലുള്ള ഈ രാജ്യങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് റഷ്യയെ മാറ്റി നിർത്തുന്ന പോലെ ഈ ഇസ്രായേലിനെ മാറ്റി നിർത്താൻ സാധിക്കുമോ? അതിനുള്ള ഗട്ട്സ് ഉണ്ടോ? ഇതാണ് 8 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് വളരെ വ്യക്തമായിട്ട് ഈ 6-7 രാജ്യങ്ങൾ തരേണ്ടത്. ഈ രാജ്യങ്ങളുടെ ഉള്ളിലുള്ള പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഫോർ എക്സാമ്പിൾ ഫ്രാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ UK ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, പോർച്ചുഗൽ ആയിക്കോട്ടെ, ഇപ്പോൾ യൂറോപ്പ് മേഖലയിലുള്ള ഈ മാധ്യമങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ രാജ്യങ്ങളുടെ ഉള്ളിലെല്ലാം ഇസ്രായേലിന് ബഹുഭൂരിപക്ഷം ആൾക്കാരും സപ്പോർട്ട് കൊടുക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ ഹമാസ് പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികൾ, അതുപോലെ ഹമാസ് നടത്തിയ ഒക്ടോബർ 7 ആക്രമണം, ഇത് രണ്ടും തന്നെ തീവ്രവാദപരമാണ്. ഇതിലുപരി, അതായത് ഹമാസിനെ സെപ്പറേറ്റ് ആയിട്ടും ഗാസൻ ജനങ്ങളെ സെപ്പറേറ്റ് ആയിട്ടും അങ്ങനെ വേർതിരിച്ച് കാണുന്ന ഒരു സൊസൈറ്റി ആയിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഈ ലീഡേഴ്സ് പറയുന്നതല്ല സൊസൈറ്റിയുടെ താല്പര്യം, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ
താല്പര്യമുണ്ട് ഈ നേതാക്കൾക്കെല്ലാം. കാരണം ഇവരെല്ലാം തന്നെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. സ്പെഷ്യലി ഇമ്മാനുവൽ മാക്രോണൊക്കെ. 71% ഇസ്രായേലിന് സപ്പോർട്ടും അനുകൂലവുമാണ് ഫ്രാൻസിന്റെ ഉള്ളിലുള്ള അവസ്ഥ. അതായത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മൈനോറിറ്റി വോട്ട് ബാങ്ക്. കാരണം ഈ രാജ്യങ്ങളിലെല്ലാം ജൂവിഷ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, ഇവിടെയുള്ള ജൂവിഷ് കമ്മ്യൂണിറ്റി എല്ലാം തന്നെ ഇവർ ചോദ്യം ഉയർത്തുന്നുണ്ട്, ഈ ബന്ദികളെ ഇതുവരെ മോചിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഈ ബന്ദികളെ ഹമാസ് പിടിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ പാലസ്തീൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞുള്ള ഈ അംഗീകാരം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹമാസിനെ പ്രത്യക്ഷത്തിൽ സപ്പോർട്ട് ചെയ്യുകയില്ലേ, തീവ്രവാദത്തിനെ അനുകൂലിക്കുകയില്ലേ എന്നുള്ള ചോദ്യം അവിടെ വളരെ വാലിഡാണ്, വളരെ പ്രസക്തമായിട്ട് തന്നെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിനുള്ള ഉത്തരമൊന്നും ഈ നേതാക്കൾ കൊടുക്കാൻ തയ്യാറല്ല. ഇവരെ തൽക്കാലം ജസ്റ്റ് ഞങ്ങൾ പാലസ്തീനിയൻ സ്റ്റേറ്റിനെ അംഗീകരിച്ചതാണ് എന്ന് വരുത്തി തീർക്കാനും ഇത് ഇവരുടെ ഫ്യൂച്ചർ പൊളിറ്റിക്കൽ ട്രാവലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ ഈ രീതിയിലുള്ള ഒരു പാലസ്തീനിയൻ സ്റ്റേറ്റ് അംഗീകരിച്ചുകൊണ്ടുള്ള ഈ പ്രഹസനം ഇവിടെ നടത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. നേരെ മറിച്ച് ഇവരുടെ രാജ്യങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ പാലസ്തീനിയൻ സ്റ്റേറ്റിന് സപ്പോർട്ട് വളരെ കുറവാണ്. ട്രംപ് ആണെങ്കിൽ നമുക്കിത് പറയാതിരിക്കാൻ വയ്യ. എക്സ്പോസ്റ്റിൽ ഈ അഫ്ഗാനിസ്ഥാനിൽ ബഗ്രാം എയർബേസ് ഇത് ഞങ്ങളാണ് ബിൽഡ് ചെയ്തത്, അപ്പോൾ ഇതിൻ്റെ ഫുൾ റൈറ്റ്സ് ഞങ്ങൾക്കാണ്, അത് ഞങ്ങളുടെ എയർബേസ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരച്ചിലോട് കരച്ചിൽ. അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ കിട്ടുന്ന സ്ഥലത്തെല്ലാം അമേരിക്കയെ തേച്ചൊട്ടിക്കുകയാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ വാ, ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ. 20 വർഷം നീ അഫ്ഗാനിസ്ഥാനിൽ വന്നിട്ട് എന്ത് നേടി? അവസാനം ഇവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് സ്വന്തം സാധനങ്ങൾ പോലും എടുക്കാൻ സമയമില്ലാണ്ട് ഓടിയതില്ലേ ഇവിടെ നിന്ന്. പല സ്ഥലങ്ങളിലായിട്ട് അപമാനിക്കുകയാണ്. ഒരു ദിവസം 2-3 പത്രസമ്മേളനങ്ങൾ വിളിച്ചാണ് അമേരിക്കയെ അപമാനിക്കുന്നത്. അതായത് ധൈര്യമുണ്ടെങ്കിൽ നീ വന്ന് നിന്റെ ബഗ്രാം എയർബേസ് അങ്ങ് എടുത്തോ എന്നാണ് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ. ഇത് വളരെ ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു സൈഡിൽ ഇപ്പൊ നിങ്ങൾ നോക്കിക്കോണം ട്രംപ് എങ്ങനെയാണ് നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഇതേ ബഗ്രാം എയർബേസിന് വേണ്ടിയിട്ട് റഷ്യ ഒരു വാദം ഉയർത്തിയിട്ടുണ്ട്. അത് ശരിക്കും അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാദം റഷ്യ ഉയർത്തിയിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. റഷ്യ പറഞ്ഞിരിക്കുന്നത് എന്ത് അവകാശമാണ് അമേരിക്കയ്ക്ക് ബഗ്രാം എയർബേസുമായിട്ട് ബന്ധപ്പെട്ട്? ഈ ബഗ്രാം എയർബേസ് ആദ്യമേ ബിൽഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത് ഞങ്ങളാണ്, ഞങ്ങളുടെ കയ്യിലാണ് ഇതുണ്ടായിരുന്നത്. അമേരിക്ക ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടാണ് ഇപ്പം അതിനകത്ത് അവകാശം പറയുന്നത് എന്നുള്ള ആ ഒരു കൗണ്ടർ പോയിന്റ് ആണ് റഷ്യ പറഞ്ഞു വെക്കുന്നത്. അപ്പം അഫ്ഗാനിസ്ഥാനിന് റഷ്യയുടെ സപ്പോർട്ട് എന്തായാലും കിട്ടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയുടെ പൊസിഷൻ ന്യൂട്രൽ ആയിരിക്കും. ഇന്ത്യ ഒരു സ്റ്റാൻഡും അതിനകത്ത് എടുക്കില്ല, ഇന്ത്യ ഒരു നിലപാടും അതിൽ വ്യക്തമായിട്ട് എടുക്കില്ല. ഇന്ത്യയുടെ പൊസിഷൻ ന്യൂട്രൽ ആയിരിക്കും. ഇപ്പൊ അമേരിക്ക ശരിക്കും അഫ്ഗാനിസ്ഥാനെ എന്ത് ചെയ്യാൻ പോകുന്നു? മേളിൽ വന്നിട്ട് യുദ്ധം നടത്തിയിട്ട് ഈ ഒരു ബഗ്രാം എയർബേസ് സ്വന്തമാക്കാൻ പോകുന്നു? ഒരിക്കലുമില്ല. അഫ്ഗാനിസ്ഥാനിൽ ഈ ബഗ്രാം എയർബേസ് അമേരിക്കയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസ എറിഞ്ഞ് കളിക്കണം. ഈ പൈസ എറിഞ്ഞ് കളിക്കാൻ ട്രംപ് തയ്യാറാണെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ കിട്ടും. കാരണം താലിബാന്റെ തലപ്പത്ത് അവരൊക്കെ പൈസ മോഹികളാണ്. അവർക്ക് ബില്യൺ കണക്കിൽ ഡോളർ കിട്ടിക്കഴിഞ്ഞാൽ ബഗ്രാം എയർബേസ് അല്ല അവർ എന്ത് എഴുതി തരും. അതാണ് യാഥാർത്ഥ്യം. പിന്നൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, അമേരിക്കയുമായിട്ട് അവർക്കുള്ള ഒരു ബന്ധം അവർക്ക് അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കുന്ന കാര്യം. അഫ്ഗാനിസ്ഥാൻ ഏതാണ്ട് $40 ബില്യൺ ഇതുവരെ US എയ്ഡിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. പക്ഷേ US എയ്ഡ് ഇപ്പം തടഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ ഇപ്പം നിലവിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം ഈ അഫ്ഗാനിസ്ഥാനിന് ഒരു ഫണ്ടും കൊടുക്കുന്നില്ല ഇപ്പം. അതുകൊണ്ട് തന്നെയാണ് ഈ ബഗ്രാം എയർബേസ് ചോദിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ തിരിച്ച് കൊടുക്കാൻ മടിക്കുന്നത്. അല്ലെങ്കിൽ ഒരു എയർബേസ് കൊടുത്താൽ എന്താണ് കുഴപ്പം? അവർ കൊടുത്തേനെ. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അവരുടെ അമേരിക്കക്കാരുടെ ആയുധങ്ങൾ കുറേയുണ്ട്, അതെല്ലാം തന്നെ ഇവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അമേരിക്കയുടെ നിരീക്ഷണം എപ്പോഴും അഫ്ഗാനിസ്ഥാന്റെ മേളിലുണ്ടാകും. ഇവർക്കൊരു ഫ്രീ ആയിട്ട് റൂളിംഗ് നടത്താൻ പറ്റില്ല. ഇവരുടേതായിട്ടുള്ള ചില കസ്റ്റംസ്, ഇവരുടേതായിട്ടുള്ള ചില പോളിസി, അതിതീവ്ര മതനിലപാടുകൾ അടിച്ചേൽപ്പിക്കുന്ന ചില സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് നടത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള കൾച്ചർ പരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ ബേസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് താലിബാനുകളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അമേരിക്ക തീർച്ചയായിട്ടും പാകിസ്ഥാനെ ഇറക്കി വിടും ഈ അഫ്ഗാനിസ്ഥാൻ മാറ്ററിൽ. ഇപ്പൊ പാകിസ്ഥാൻ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇന്നലെ ലീപ്പ വാലി എന്ന് പറഞ്ഞ് നമ്മളുടെ ഇന്ത്യൻ കശ്മീർ അതേപോലെ തന്നെ POK ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ലീപ്പ വാലിയിൽ വെടിവെപ്പ്, അതിൽ നമ്മളുടെ സോൾജേഴ്സ് 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അപ്പൊ ഇതിനെ തുടർന്ന് ഇന്ത്യ റിറ്റാലിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലീപ്പ വാലിക്ക് തൊട്ട് ആ ഒരു ബോർഡറിന്റെ അപ്പുറത്തായിട്ട് പാകിസ്ഥാന്റെ ആ ഒരു POK ഏരിയയിൽ ബങ്കറുകൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന്റെ വീഡിയോ ഞാനിവിടെ വെച്ചിട്ടുണ്ട്, വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പൊ എന്തായാലും ആ മേഖലയിൽ ഇത്തിരി ടെൻസ്ഡ് ആണ്. കാരണം ഈ ഏരിയയിലുള്ള തീവ്രവാദികൾ എല്ലാവരും തന്നെ ഖൈബർ പഖ്തൂൺവ മേഖലയിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ സ്വമേധയാ മാറിപ്പോയിട്ടുണ്ട്. കാരണം ഇന്ത്യ ടാർഗറ്റ് ചെയ്യും എന്ന് കരുതിയിട്ടാവണം. കാരണം ഈ ബോർഡർ മേഖലയിൽ താമസിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ കൃത്യമായിട്ട് വന്ന് ആക്രമണം നടത്തിയിട്ട് വളരെ ക്വിക്കായിട്ട് തന്നെ ഇന്ത്യക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും. കഴിഞ്ഞ തവണത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇപ്പം ഖൈബർ പഖ്തൂൺവ മേഖലയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതായത് കുറച്ചുകൂടെ ഇന്ത്യ എഫേർട്ട് എടുത്ത് അങ്ങോട്ട് പോയി ആക്രമണം നടത്തണം. അപ്പോൾ അതിനു മുമ്പ് പാകിസ്ഥാന് കുറച്ച് ടൈം കിട്ടും. കുറച്ച് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പാകിസ്ഥാൻ കിട്ടിയിരിക്കുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്.
അതായത് എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ ആ ഒരു ബേസ് സ്വന്തമാക്കി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ മുന്നിട്ടിറങ്ങും, യുദ്ധപ്രഖ്യാപനവുമായിട്ട് മുന്നോട്ട് പോകും, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനുമായിട്ട്. പിന്നെ നമ്മൾ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഡോണസ്ക് റീജിയനിൽ, സെബ്രോഷേഷ്യ റീജിയനിൽ, അതേപോലെ തന്നെ ഡിനിപ്രോ ഭാഗത്തൊക്കെ മാസീവ് ആയിട്ടുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ മാത്രം ഇന്നലെ 186 സ്പോട്ടിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും മാസീവ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഉക്രൈൻ്റെ ഉള്ളിൽ മരണനിരക്കുകൾ വരുന്നുണ്ട്, സിവിലിയൻസ് വരെ കൊല്ലപ്പെടുന്നുണ്ടെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. യൂറോപ്പിന്റെ ഉള്ളിലുള്ള ജനങ്ങൾക്ക് പലർക്കും അവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് വരെ പേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് യൂറോപ്പ് ഒരു ക്രൈസിസിലേക്ക് നീങ്ങുന്നോ എന്നുള്ളൊരു ഡൗട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇക്വഡാറിൽ നിന്നും റഷ്യയിലേക്ക് ഒരു ഷിപ്മെന്റ്. അപ്പോൾ ഈ ഷിപ്മെന്റ് ഇടയ്ക്ക് തടഞ്ഞ് പിടിച്ച് നോക്കിയപ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റിയത് ഇതിനകത്ത് 1.75 ടൺ മറ്റേ മരുന്ന് കച്ചവടം, അതാണ് ഇപ്പോൾ ഇതിനകത്ത് കയറ്റി അയച്ചിരിക്കുന്നത്. ഇത് ഹിസ്റ്റോറിക്കലി തന്നെ ഇത്രയും വലിയ ഭീമമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിലുള്ള ഒരു ഷിപ്മെന്റ് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. അത്തരം മാസീവായിട്ടുള്ള ഒരു കടത്തലായിരുന്നു ഈ സംഭവിച്ചത്. റഷ്യയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നിലവിലെ മിഡിൽ ഈസ്റ്റ്, അമേരിക്ക, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ, അതുപോലെ തന്നെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് ഡെവലപ്മെന്റ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.